പറഞ്ഞ് വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും, എന്നാലും പറയാം. നാഗാലാൻഡിൻ്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രെക്കിംഗ് ആണ് ഡൊസോക്കോ വാലി. നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ അതിന് ചുറ്റും 2 റിവർ ക്രോസ് ചെയ്തിട്ട് വേണം അത് കടക്കാനായിട്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രക്കേഴ്സ് എല്ലാ ദിവസവും വരുന്ന സ്ഥലമാണെങ്കിൽ പോലും റിസ്ക് ഉള്ളതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ആരും അവിടെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാനും ഇവനും കണ്ടുമുട്ടുന്നത്. വാട്ടർ ലെവലും കാര്യങ്ങളും കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. പക്ഷെ എന്നാലും ഉള്ളിൽ ധൈര്യം വെച്ചിട്ട് നമ്മളത് ക്രോസ് ചെയ്ത് തന്നെ തീരുമാനിച്ചോട്ടാണ്. ഫൈനലി നമ്മൾ ഇന്ത്യയുടെ താഴെ നിന്നും അങ്ങ് മോൾ ഭാഗത്തുള്ള ഒരു സ്ഥലത്ത് കേരളത്തിൽ നിന്ന് വന്നാൽ ഞങ്ങൾ 2 പേരും മാത്രം കാലുകുത്തി എന്നുള്ളൊരു നിമിഷമായിരുന്നു കേട്ടോ. ആരോടും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു അഡ്വഞ്ചർ സ്റ്റോറി ആയിട്ട് ഞങ്ങളുടെ ലൈഫിൽ എന്നും ഉണ്ടാവും. ബ്രോ, അതെ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ പോയിട്ടാണ് പിന്നെ അങ്ങോട്ട് കയറി പോണത്. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ചാലോ? നമ്മള് പെട്രോൾ പമ്പിൽ വണ്ടി വെക്കാൻ പറ്റുമോ ചോദിക്കാൻ വേണ്ടി വന്നേ കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നോക്കട്ടെ. ഇനി കുറച്ച് 2 കിലോമീറ്റർ പോയിട്ട് നമുക്ക് വേറെ ഡൈവേർഷൻ ഉണ്ട്. പോയി നോക്കല്ലേ? വഴിക്ക് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. പോയ റോഡൊക്കെ പോലെ തന്നെ കേട്ടോ. അത്യാവശ്യം ചെറിയ ചെറിയ ഓഫ് റോഡും കാര്യമൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇട്ടടിച്ച് പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ മറ്റേ ബൊലോറുള്ള ആളുള്ളതുകൊണ്ട് ഇവൻ നമുക്കവിടെ വണ്ടി വെക്കേണ്ടി വന്നാലും ലഗേജും കാര്യങ്ങളെല്ലാം അഴിച്ച് ആളുടെ വണ്ടിയിൽ വെച്ചിട്ട് ബൈക്ക് അവിടെ പാർക്ക് ചെയ്ത് കയറി പോകാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. 2 വീലർ ആയതുകൊണ്ട് ആള് വെച്ച് പറപ്പിച്ച് പോയി. നോ എൻട്രി വിത്തൗട്ട് ടിക്കറ്റ്. എൻട്രി കൗണ്ടർ എത്തി കേട്ടാ. ഇവിടുന്ന് പാസ് എടുത്ത് ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഡൊസോക്കോ വാലിൻ്റെ എൻട്രൻസ് പോയിന്റ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. ടിക്കറ്റ് ചാർജ് വരുന്നത് 150 റുപ്പീസാണ്. ബട്ട് അതുപോലെ തന്നെ ക്യാമറയ്ക്ക് GoPro DSLR-നൊക്കെ 200 വെച്ചിട്ട് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പിന്നെ നിങ്ങൾ ഡ്രോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2500 രൂപ കേട്ടോ. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് എല്ലാത്തിനും ഇവിടെ കാശ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഇനിയും ഇതിവിടെ വന്ന് കാണാൻ പറ്റുമോ കയറാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും കയറിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതെ, വണ്ടിയുണ്ട്, നമ്മുടെ ബുലോറയും കൂടുതലുണ്ട്. ഞങ്ങൾ നേരെ അങ്ങോട്ട് എൻട്രി ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഡൊസോക്കോ വാലിയിലേക്ക് ഇനി ഏകദേശം ഒരു 8 കിലോമീറ്റർ നമുക്കിത് ഈ കാണുന്ന പോലെയുള്ള വഴി കൂടെ പോകാനുണ്ട്. കുറച്ച് ടഫാന്നൊക്കെയാണ് ആൾ പറയുന്നത്. എസ്പെഷ്യലി മഴയൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണ് റോഡ് കിടക്കുന്നതെന്നുള്ളത് പോയി തന്നെ നോക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പൊളി. തോട്ടിലേക്കൂടെ പോന്നാലും കേട്ടോ വഴിയെല്ലാം വളരെ വളരെ നൈസാണ്. നമ്മൾ ഫുൾ വെള്ളത്തിനകത്തോടെ തന്നെയാണ് കേട്ടോ പോണേ. ആള് ബൈക്കും കൊണ്ട് നിന്ന് എണീറ്റ് നിന്ന് പോകുന്നുണ്ട്. അത് കാണുമ്പോ പുതിയാകുന്നുണ്ട്. എന്താ ചെയ്യാലോ? കിടിലം വൈബ് റോഡാട്ടോ, ഒന്നും പറയണ്ട. ഫുള്ള് തോട്ടിലെ പോകുന്ന പോലെ തന്നെയാണ്. ഫുള്ള് കുഴിയാണ്. നല്ല രീതിക്ക് വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം തെറപ്പിച്ച് പോവാൻ നൈസാട്ടാ. നമുക്ക് പിന്നെ എങ്ങനെ പോയാലും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. സ്കിഡായി പോയി. വീടിന് ശേഷമുള്ള പരിക്ക് കാര്യമായിട്ട് സാഡിൽ ബാഗിനൊന്നും പറ്റിയുള്ള ഫുൾ ചെളി പിടിച്ചിരിക്കുന്നുണ്ട്. സാധനം ബെൻഡായി പോയിട്ടോ. എക്സ്പ്രസ് ആയതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ചവിട്ടി മൂർത്തിയെടുക്കാം.
പൊട്ടിത്തെറിക്കല്ലേ? റിങ് ഒന്നും ഇവിടെ അത് കുഴപ്പമില്ല, കിട്ടും. കുറച്ച് ഇങ്ങോട്ട് വരാനുണ്ടോ? പുറത്തോട്ട് വരാനുണ്ട്. ലഗേജ് മാറ്റാം. ഞാൻ ലഗേജ് വെക്കാൻ സ്പേസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മറിഞ്ഞ് വീണ് കേട്ടോ. എൻ്റെ ബക്കറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം മച്ചാൻ്റെ വണ്ടിയിലേക്ക് എത്തി. അപ്പം വഴി എങ്ങനെയുണ്ട്? വഴി അടിപൊളിയാണ്. തോടാണ്, തോട്. നമ്മൾ മലയാളികൾ എവിടെ പോയാലും നമ്മൾ തകർത്തിട്ട് വരും അല്ലേ? സത്യം. ഫുൾ ഓണാണ്. അച്ഛനും ഫുൾ ഓണാണ്, ഞാനും ഫുൾ ഓണാണ്. അപ്പോൾ ഞാൻ ഫുൾ ഓണായതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ലഗേജും കാര്യങ്ങളെല്ലാം പുള്ളിയുടെ വണ്ടിയിൽ വെക്കുന്നത്. നോക്കാം. കയറാൻ പോവാണ് കേട്ടോ. അപ്പം ഇനി എങ്ങനെ ഉണ്ടാവും നോക്കാം. എവിടെയാണ് കുഴി, എവിടെയാണ് കുഴി ഇല്ലാത്തത് ജയിക്കാൻ പറ്റത്തില്ല. നമ്മളങ്ങനെ സുക്കു വാലിയുടെ എൻട്രൻസ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് വന്നത്. ഏകദേശം 40 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയിട്ടു. ആക്ച്വലി ഇങ്ങനത്തെ ഓഫ് റോഡൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ത്രില്ലിംഗ് ആണ്. അത് ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലാത്തവർക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മുടെ ഇരിക്കുന്ന എക്സ്പ്രസ് റാലിയാണ്. കുത്തിയൊഴുകുന്ന വെള്ളമൊക്കെ ഒഴുകി വരുന്നതും കല്ല് പാക്കിയിട്ടുള്ള വഴികൾ. പിന്നെ ഒരു ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് വേറെ എന്ത് വേണം? KL65 B8787 കണ്ണൂർ രജിസ്ട്രേഷൻ വണ്ടി. ഉറുമ്പിക്കരയുടെ അത്ര ടാസ്ക് ഒന്നുമില്ല, പക്ഷെ മൂടി ലൈക്ക് അടിപൊളിയാണ്. അടിപൊളിയായിട്ട് വരും. അത് ഒന്നും നോക്കിയില്ല. നല്ല മച്ചാൻ കുക്കിങ്ങിലൊക്കെ ഉള്ള സകല സാധനങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. കൊണ്ട് ഇന്ന് പട്ടിണി കിടക്കാതെ കഴിച്ചു കൂട്ടാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. പരിപ്പാണ്, പരിപ്പ്. 2 മുട്ടയുണ്ട്. 2 മുട്ടയുണ്ടോ? ഭയങ്കര ഷൂട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയിലെ നമ്മുടെ ബോലയുടെ അകത്താണ് കിടന്നത്. അപ്പോൾ എൻ്റെ ട്രിപ്പിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വണ്ടിയിൽ കംപ്ലീറ്റ് കുറച്ച് കിടന്നു തുടങ്ങി എണീക്കുന്നത് കേട്ടോ. അപ്പം ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റിൽ മഴ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടടിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും 2 പേർക്ക് ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് തന്നെ കിടക്കാൻ കേട്ടോ. നമുക്ക് കാലത്ത് നിർത്തി വെക്കാൻ അത്യാവശ്യം കാലൊക്കെ നിർത്തി വെച്ച് തന്നെ സുഖമായിട്ട് തന്നെ കിടക്കാൻ പറ്റും. അപ്പോൾ പുറത്ത് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ടെൻറ്റും കൂടെ അടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായി പോയിട്ട് ഉറങ്ങാനേ പറ്റൂലാന്ന് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ബൂട്ട്, ഇത് എൻ്റെ ബാഗ്, പുള്ളിയുടെ കുറേ ബാഗുകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒതുക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ സുഖമായിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. സമാധാനമായിട്ട് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വണ്ടി നിർത്തിയിട്ട് കിടന്നുറങ്ങാം. എന്നിട്ട് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഇത് ഇങ്ങനെ കാടിൻ്റെ നടുക്കൊക്കെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ട് എണീക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ സുക്കു വാലിയിലേക്ക് ട്രെക്ക് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പോൾ രാവിലെ ഏകദേശം 5:30 ആയിട്ടുള്ളൂ. ഇനി ജസ്റ്റ് ഇവിടുന്ന് പുള്ളിയുടെ കയ്യിൽ ഗ്യാസും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് രാവിലെ ഒരു ചായയും കാര്യങ്ങളൊക്കെ ഇട്ട് നേരെ അങ്ങോട്ട് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥലത്തൊന്ന് കട്ടനടിക്കുക എന്നുള്ളത്. താങ്ക് യു ബ്രോ. നമുക്ക് രാവിലെ ഒരു ചൂട് കട്ട് കിട്ടിയിരിക്കുകയാണ്. മഴയത്ത് രാവിലെ ഒരു മാഗിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് പയ്യെ ഇറങ്ങാനുള്ള പരിപാടി. ഏതോ അണ്ണന്മാർ ഉപയോഗിച്ച 2 വടികളും
അതുപോലെ അണ്ണന്മാർ ഉപയോഗിച്ച് ഏതോ ഒരു റെയിൻകോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളതെ സുക്കു വാലി ട്രക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാനും നമ്മുടെ നിജിൻ മച്ചാനും ഇതാ നമ്മൾ ഇന്നലെ കിടന്ന് വണ്ടി പുറകെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ ഈ വണ്ടി കിടക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളുടെ ട്രക്കിംഗ് അനുസരിച്ചിരിക്കും. വടി വേണ്ട, നിങ്ങളൊരു വടി എടുത്തോ അവിടെ. വടിയും കൂടെ പിടിക്കാൻ പറ്റില്ല കഴിച്ചു. ഞാനിപ്പോൾ എൻ്റെ ക്യാമറ, ഡ്രോണ് എല്ലാം എടുത്തൊരു ഏകദേശം ഒരു 4 കിലോളം എൻ്റെ പുറത്തുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഫുൾ മഴയും കാര്യങ്ങളുമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ പറ്റി യാതൊരുവിധ ധാരണയും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഇന്നലെ വന്നതാണ്. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ട്രക്കിംഗ് ഭയങ്കര ഹാർഡാണ്, എത്താൻ കുറേ ലേറ്റ് ആവുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഇവിടെ തന്നെ കിടക്കാനായിട്ട് തീരുമാനിച്ചു. ലക്കിലി നമ്മുടെ മച്ചൻ്റെ ബൊലേറോ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വീടാക്കി ഫുഡൊക്കെ കഴിച്ച് കട്ടിലൊക്കെ കിടന്ന് സുഖമായി ഉറങ്ങി രാവിലെ ഇറങ്ങുവാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് ഇറങ്ങാൻ പറ്റുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും വരുവാണെങ്കിൽ വണ്ടിയും കാര്യങ്ങളെല്ലാം അവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ബൈക്കും കാര്യങ്ങളൊക്കെ വളരെ സേഫായിട്ട് പാർക്ക് ചെയ്യാം. ആരും എടുത്തുകൊണ്ട് പോകാനില്ല, കാരണം ആരും ഇവിടെ എത്രയും കഷ്ടപ്പെട്ട് ഇത് എടുത്തുകൊണ്ട് പോകാനായിട്ട് ആരും വരില്ല. അപ്പോൾ അതിലൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവിടം വരെ വണ്ടി കൊണ്ടുവരാം. ദെൻ ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇതുപോലെയുള്ള കല്ലും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റാർട്ടിങ് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല. കുറച്ച് പോർഷനൊക്കെ കുറച്ച് ഭയങ്കര ടഫാന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ ഓൺ ദ വേ നോക്കാം. തൃശ്ശൂർ മോനെ, മലയാളികളില്ലാത്ത സ്ഥലമില്ല. അത് മലയാളത്തിൽ തൃശ്ശൂർന്ന് എഴുതി വെച്ചത്. വേറ്റു സുക്കു വാലി. പിന്നെ അങ്ങോട്ട് നടകയറ്റമാണ്. ഈ ഒരു സമയത്ത് വന്നാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതെ ഇതുപോലെയുള്ള ഫുൾ ഗ്രീനറിയും കാര്യങ്ങളും കിട്ടും കേട്ടോ. അത് മഴക്കാലത്ത് തന്നെ വരേണ്ടി വരും. അവിടെ നമുക്കിങ്ങനെ ചെറുതായിട്ട് ഒരു റിവർ ഒഴുകുന്നതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. രക്ഷയില്ല കേട്ടോ. വലിയൊരു ഡിഫിക്കൽട്ടി ലെവൽ അത്രയ്ക്ക് പറയാനൊന്നുമില്ല, ഒരു മോഡറേറ്റ് കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ ഫോറസ്റ്റ് കിട്ടില്ല, ഫോറസ്റ്റാണ്, ഒന്നും പറയാനില്ല. നൈസ് സ്റ്റീപ്പായിട്ടുള്ള കയറ്റം കയറി നമ്മുടെ ഫസ്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു. അവിടെ എത്തിയിരിക്കുകയാണ്. ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്. നോ ലിറ്ററിങ്ങനെ എഴുതിയിട്ടുണ്ട്, ബട്ട് ഇവിടെ ഫുൾ ആൾക്കാർ ലിറ്റർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ് കേട്ടോ. സോറി, നമ്മളിവിടെ 280 മീറ്റർ ഹൈറ്റിൽ ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത്. റോ എങ്ങനെയുണ്ട് ട്രക്കിങ്? കുഴപ്പമില്ല, മഴ ആയതുകൊണ്ട് വലിയ ക്ഷീണം തോന്നുന്നില്ല. എന്തായാലും ഫസ്റ്റ് പോയിന്റ് നമ്മൾ സക്സസ്ഫുള്ളി അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഇനി അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുണ്ട്. ഇതുവരെ അടിപൊളിയായിരുന്നു, ടയർഡായി, ബട്ട് സ്റ്റിൽ ഈ ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം വർത്താണ് കേട്ടോ. എന്തായാലും ഇത് ചെയ്യാനുള്ളത് തന്നെ ഉണ്ട്. നമുക്കിനി പോവാം, നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാം. ചത്ത അതെ, ഇവിടെ ചില സ്ഥലങ്ങളിൽ ഇത് ഇങ്ങനെ വള്ളിയെ പിടിച്ചു വേണം കേട്ടോ കയറി പോകാനായിട്ട്. താഴേക്ക് നല്ല പൊളി കൊക്കയാണ് കേട്ടോ. ചെറ്റോപ്പേ, അയ്യോ സീൻ. ആ ഉണ്ട്. ഓ എൻ്റെ പൊന്നി വഴി വയ്ക്ക്, പൊളി അല്ലേ? അടിപൊളി. ആ എത്തി, പെട്ടെന്ന് എത്തിയില്ല. നമ്മൾ ആക്ച്വലി രണ്ടാമത്തെ ടോപ്പിലെത്തി. അത് ആക്ച്വലി വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ എത്തിയത്. നമ്മൾ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് എത്തും എന്നുള്ള കാര്യം. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു സുക്കു വാലിയുടെ ആ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്കിവിടെ മഴയും കോട ആയതുകൊണ്ട് ഡ്രോണും ക്യാമറ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷമമുണ്ട്. ബട്ട് എന്തായാലും ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണിപ്പോൾ ചെയ്യുന്നത്. അപ്പം നമുക്കിതാ അങ്ങോട്ടാണ് കേട്ടോ പോകാനുള്ളത്. ലെറ്റ്സ് ഗോ ദാറ്റ് സൈഡ്. ഇവിടെ ഒരു മോണോലിത്തൊക്കെ കാണാം കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിലാണ്. ജസ്റ്റ് ഒന്ന് എന്താ നോക്കാൻ വേണ്ടി കയറി വരാം. ഇവിടെ കുറേ ഉണ്ട്. ഇതിലെന്തൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്.
ഒന്നും ക്ലിയർ അല്ല. അങ്ങോട്ട് സ്റ്റീപ്പ് ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ നേരെ കിടക്കുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചുറ്റും നമ്മൾ ആ ഫോട്ടോയിലൊക്കെ കാണുന്ന ഇങ്ങനെ നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ഇല്ലിയുടെയൊക്കെ ചെറിയൊരു വകഭേദം പോലത്തെ ഒരു സാധനമാണിത്. ഇതാണ് ആ ലീഫ്. ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ് ഈ ഒരു മൗണ്ടൻ നമ്മൾ ഡ്രീമിലൊക്കെ കാണുന്ന മൗണ്ടനൊക്കെ പോലെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരുന്ന് കേട്ടോ. ഇവിടെ അത്യാവശ്യം കുറച്ച് അഡ്വഞ്ചർ ആണ് കേട്ടോ. ഇത് കയറ് പിടിച്ചിറങ്ങേണ്ട ഒരു സ്ഥലമാണ്. അയ്യോ, ഫോറസ്റ്റ് ഉള്ള കാടാണല്ലോ. അയ്യോ, നല്ല കാടാണ്, ഫുള്ള് നനയും. പക്ഷേ അടിപൊളി റൂട്ട്, കൊള്ളാം. ചെളി നിറഞ്ഞ റൂട്ടാണ്. നമ്മളെ പശുവിനെ കൊണ്ട് പാടത്ത് പോയ അവസ്ഥയാണ്. ഇങ്ങനെ പോവാം. ഇതുണ്ടോ അകത്തുനിന്ന് ഇങ്ങനെ വെള്ളം വന്ന് താഴേക്ക് പോണ്. ഇത് ചെറിയ ഇല്ലിക്കാടാണ്. നമ്മളിപ്പോൾ അതിൻ്റെ അകത്താണ് ഉള്ളത്. ഇങ്ങോട്ട് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അട്ടയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ക്ലീൻ ആയിട്ടുള്ള വെള്ളം കേട്ടോ. വാ, കുനിഞ്ഞു കുനിഞ്ഞൊക്കെയാണ് പോകുന്നത്. അയ്യോ, ഏകദേശം 8 കിലോമീറ്ററോളാണ് നടക്കാനുള്ളത്. പക്ഷെ അതെല്ലാം ഇങ്ങനെ സ്റ്റീപ്പൊന്നും അല്ല കേട്ടോ. എനിക്ക് അടിപൊളിയാണ് കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ മസ്റ്റായിട്ട് എല്ലാവരും ഒരു തവണയെങ്കിലും ചെയ്യേണ്ട ഒരു ട്രെക്കിംഗ് ആണ്. ഭയങ്കര ടാസ്ക്കൊന്നുമല്ല. ആദ്യം കുറച്ച് ടാസ്ക്കൊക്കെയാണ്, പക്ഷെ പിന്നെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ വേറെ ഒരു ഡ്രീം വേൾഡിൻ്റെ അകത്തോടെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. കയറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇടയിൽ കൂടെ നമ്മളെക്കാളും ഉയരത്തിലാണ് ഈ ഒരു ചെറിയ ചെറിയ മുളന്തണ്ടുകൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുനിഞ്ഞും ചെരിഞ്ഞും മറിഞ്ഞും കിടന്നൊക്കെ വേണം പോകാനായിട്ട്. പിന്നെ മഴ ആയതുകൊണ്ട് നമുക്ക് വിസിബിലിറ്റി കിട്ടുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് ലക്കിലി വലിയ കുഴപ്പമില്ലാത്ത വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രെക്കിംഗ് ഗൈസ്. വേറെ ലെവലാണ്. പിന്നെ ഇവിടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, മുകളിലേക്കൊക്കെ കാണാൻ പറ്റും. ഇതുണ്ടോ, ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഒരൊറ്റ ഇല പോലും ഇല്ലാതെ കരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ കുറേ മരങ്ങൾ. അതും ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ് കേട്ടോ. വലിയ ഡിഫിക്കൽട്ടാണെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾക്ക് സമാധാനമായിട്ട് റെസ്റ്റ് എടുത്ത് വരാനുള്ള സ്പേസ് ഉണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ്. പൊളിയല്ലേ? ഈ ഒരു വ്യൂ ഒന്നും പറയാനില്ല കേട്ടോ. ഒരു രക്ഷയില്ല, വൻ സെറ്റാണ്. താഴേക്ക് വയ്ക്കുക. ഓ, വാലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പൊളിയാണ്. ഓ, ശരിക്കും പറയുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഭാഗ്യത്തിന് കോടയില്ല. കോട വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങോട്ടുള്ള ട്രെക്കിങ്ങിനെ പറ്റി, ഈ ഒരു ട്രെക്കിംഗ് വിചാരിച്ച അത്ര വലിയ ടഫും കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ ഇങ്ങനെ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് മരത്തിൻ്റെ അടി കൂടെയൊക്കെ നമ്മൾ പോകേണ്ടി വരും. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. അയ്യോ, നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഇങ്ങനത്തെ ഒരു സ്ഥലം. ഇപ്പം എന്തായാലും ആർക്കും ഫുൾ ക്ലാരിറ്റിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു ക്ലാരിറ്റി വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബട്ട് ദിസ് ഈസ് ടു ഗുഡ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ആരിലൊക്കെ വരുവാണെങ്കിൽ നേരെ ഗുവാഹട്ടി പിടിക്കുക. ഗുവാഹട്ടിയിൽ നിന്ന് ഏകദേശം ഇങ്ങോട്ടൊരു 300 കിലോമീറ്റർ ഉള്ളൂ. എത്താൻ എളുപ്പമാണ്. പിന്നെ ട്രക്ക് ചെയ്യുക, പൊളിയാണ്. ഐസേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. യു ലവ് ദിസ് ഗൈസ്. ഓക്കെ ദാറ്റ്. നമ്മളങ്ങനെ ഫൈനലി
ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അങ്ങകലെ നമുക്ക് ചെറുതായിട്ട് കുരിശും കാര്യങ്ങളൊക്കെ കാണാം. അടുത്തല്ല, സോറി. അപ്പോൾ ഇവിടെയാണ് ഒരു ക്യാമ്പിംഗ് പ്ലേസ് ഉള്ളത് കേട്ടോ. അവിടെ ഒരു ഗ്രീൻ കളറിൽ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമ്മുടെ നടപ്പ് ഏകദേശം തീരുമാനമായി. മഴയ്ക്ക് ഒരു മാറ്റമില്ല. സ്റ്റിൽ മഴ നമ്മളെ മൊത്തം അനയിപ്പിച്ച് ഈ സ്ഥലം കണ്ടിറക്കോളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണെന്ന് തോന്നുന്നു. നമ്മുടെ നിജിൻ മച്ചാൻ ഫ്രീ ആയി കിട്ടിയ റെയിൻകോട്ടുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആരും റെയിൻകോട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ട്രക്കിങ് കഴിഞ്ഞാൽ എല്ലാവരും അവിടെ ഊരെറിഞ്ഞ് പോകുന്ന ഇഷ്ടംപോലെ റെയിൻകോട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യം എടുക്കുകയുള്ളൂ. ഇനി നമുക്കത് അങ്ങ് ആ കുരിശുവരെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇൻവിറ്റേഷൻ കുറച്ച് ചലഞ്ചസ് ഉണ്ട്, നോക്കട്ടെ. അതെ, വെള്ളം ചെറിയ റിവർ ഉണ്ട്, അത് ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. നല്ല വെള്ളം നല്ല അധികമാണെന്നാണ് പറഞ്ഞത്. ജസ്റ്റ് ലെവൽ ഉണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. വെൽക്കം ബോർഡ്. അങ്ങനെ ഇനി ഇതാ അങ്ങോട്ടുള്ള വഴി കൂടെ വേണം നമുക്ക് പോകാനായിട്ട്. നമ്മളങ്ങനെ ക്യാമ്പിംഗ് പ്ലേസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ കാണാം. സോ ഇന്നലെ വന്ന ആൾക്കാരും ഇവിടെ നിന്ന് പോത്ത ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മാഗി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു ചായയും നമ്മുടെ സുക്ക് വാലിയിൽ നിന്ന് മാഗിക്ക് 100 രൂപ. ഒരു മാഗിക്ക് 100 രൂപയാണ്. ചായക്ക് 20 രൂപ. ചായക്ക് 20 രൂപ. കുഴപ്പമില്ല കേട്ടോ. മാഗി ഓക്കെ. ലൈക്ക് നമ്മളെ നടന്നൊന്ന് സെറ്റ് ചെയ്യണല്ലേ. പട്ടിണി കിടക്കുമ്പോൾ 100 അല്ല 200 ആണെങ്കിലും കഴിക്കും. അതാവസ്ഥ. അപ്പോൾ നമ്മുടെ സുക്ക് വാലിൻ്റെ ഏറ്റവും ടോപ്പിലാണുള്ളത്. ഇതാ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. സുക്ക് വാലി കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ടെൻറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും. ഇതിൻ്റെ മുകളിൽ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അത് നോക്കി കഴിഞ്ഞാൽ കുറേ ആൾക്കാരൊക്കെ കാണാം. ഇവിടെ നോക്കിയാലും കുറേ ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം. സുക്ക് വാലി ഇങ്ങനെ എടുക്കുവാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺറിയൽ ആയിട്ടുള്ളൊരു സ്ഥലം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര ഗ്രീനായിട്ടുള്ള മൗണ്ടൻസ് ഇങ്ങനെ എന്താ പറയുക, പടങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടില്ലേ, അതുപോലെ കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വ്യൂ പോയിൻ്റ് അകത്തായതുകൊണ്ട് തണുപ്പും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് കയറി വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ലിറ്ററലി ഞാനിവിടെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ സുക്ക് വാലി നിർത്തുന്നില്ല. ടു വാലി എന്നുള്ള ബോർഡ് കണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനി വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഭയങ്കര പാടാന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ നമ്മുടെ മച്ചാനും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഡേഞ്ചർ ആയിട്ടുള്ളൊരു റിവർ ക്രോസ് ഉണ്ട്, അതാണ് എല്ലാവരും പറയുന്നൊരു ടാസ്ക്. ചില റോഡുകളൊക്കെ ഇങ്ങനെ ചെറിയ പാലം പോലെയൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സോ വാലിയിലേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു ഹെലിപ്പാഡിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ എൻ്റെ പുറകിൽ ഇതാ ആ ഒരു ബ്യൂട്ടിഫുൾ മൗണ്ടൻസും കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഒരു രക്ഷയില്ല കേട്ടോ. കിടിലൻ ഒരു രക്ഷയില്ല. പൊളി വ്യൂ ആണ്. അങ്ങോട്ടുള്ള വഴി തന്നെ കണ്ടോ. പൊന്നോ, ഓ വാലി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വാലി. ഓ ഇതിലൊക്കെ ബൈക്ക് ഓടിച്ച് പോകാൻ പറ്റണം. ലിറ്ററലി ഈ ഒരു വ്യൂ കണ്ട് നോക്കി സ്തംഭിച്ച് നിന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. എൻ്റെ പൊന്ന് ഗായ്സ്, അറിഞ്ഞാൽ വിശ്വസിക്കില്ല. ടാസ്ക് വഴിയാട്ടാ. തെന്നി വീണ് കഴിഞ്ഞാൽ പല്ലുണ്ടാവില്ല. നമുക്ക് നിൽക്കാൻ പറ്റൂല. തിരിച്ച് കയറി വരുമ്പോൾ നിന്ന് വരണം. ഇതെന്താണിത്? എൻ്റെ പൊന്നോ, ഇതൊക്കെയാണ് വഴി കേട്ടാ. നേരെ ഇവിടെ ഒരു പാറ കണ്ടു, അതിൻ്റെ മുകളിൽ കയറാൻ പോകണം കേട്ടോ.
നമ്മൾ ഈ ചൊക്കോ വാലി പോകുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒന്നുകൊണ്ട് ക്ലിപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ എഡ്ജിലാണുള്ളത്. ശരിക്കും നമ്മുടെ ഒരു ആത്മവിശ്വാസത്തെ ചലഞ്ച് ചെയ്യുന്ന സം ക്ലിപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. താഴെ അടിപൊളിയായിട്ടുള്ള ഒരു വേസ്റ്റ് കാര്യങ്ങൾ പോകുന്നുണ്ട്. നമ്മുടെ ബ്രോ അങ്ങേറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ അതാ മച്ചാൻ അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ക്ലിപ്പിൽ മച്ചാൻ നിൽക്കുന്നുണ്ട്. ദിസ് ഈസ് ദ ക്ലിപ്പ് ഗൈസ്. കാണുമ്പോൾ കാലൊക്കെ ഇങ്ങനെ തരിക്കും കേട്ടോ. അതുപോലത്തുള്ള ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ്. സോ ഇതാണ് മൊത്തത്തിൽ ആ ഒരു ലീഫ് വരുന്നത് കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു കുഞ്ഞു ലീഫുകളാണ് ഇങ്ങനെ നിന്ന് ഈ ഒരു മൗണ്ടൻ മുഴുവൻ ഫുള്ളായിട്ട് വ്യാപിച്ചു കിടക്കുന്നത് കേട്ടോ. നടക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം വന്നാൽ മതി. കാരണം എല്ലാം കൂടി വാലിയിലേക്ക് ഏകദേശം 12, പിന്നെ വാലിയിലേക്ക് താഴോട്ട് ഇറങ്ങുന്നതിന് ഒരു 4 കിലോമീറ്റർ, അപ്പോൾ തിരിച്ചു പോകുന്നത് എല്ലാം കൂടി 10-25 കിലോമീറ്ററിന് മുകളിലുണ്ട് നടക്കാൻ. അപ്പോൾ അതിന് തയ്യാറാണെങ്കിൽ മാത്രം വരിക. പിന്നെ മഴ നനയേണ്ടി വരും. ഷൂ എല്ലാം ഫുള്ള് നനഞ്ഞിട്ടില്ല. ഇതൊക്കെ എവിടെ നിന്ന് ഉണക്കുമെന്ന് എനിക്കറിയില്ല, വിഷയമില്ല. എന്തൊക്കെയായാലും കുഴപ്പമില്ല. നമ്മൾ പോകണമെന്ന് വിചാരിച്ചു, നമ്മൾ പോകുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. വഴികളൊക്കെ ഇതാണ് അവസ്ഥ. ഫുള്ള് പാറകളും വെള്ളവും ചെളിയും. ഇങ്ങനെ നമ്മൾ മറ്റേ ചെറുപ്പത്തിൽ കളിക്കലില്ലേ, അക്ക് കളിക്കലില്ലേ, അക്ക് കളിക്കുന്ന പോലെ അപ്പുറത്ത് ഇപ്പുറത്ത് ചാടി വേണം പോകാൻ. എന്നാലേ നമുക്ക് അപ്പുറത്തെത്താൻ പറ്റും. അങ്ങനെയാണ് വഴികളെല്ലാം. പോകുന്ന വഴി ഇതുപോലത്തുള്ള ചെറിയ ബെറീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം ഇത് കഴിക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല. ബട്ട് ചെറിയ ചമർപ്പും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് നമ്മൾ ഓൾമോസ്റ്റ് താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു ചലഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു റിവർ ക്രോസിങ് മാത്രമാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ എൻഡ് വരെ പോകാൻ പറ്റും. ബട്ട് ഇന്നത്തെ ദിവസം ഇവിടെ വന്ന ആരും ആ ഒരു റിവർ ക്രോസ് ചെയ്തിട്ടില്ല. സോ ഞങ്ങൾക്കത് ക്രോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചലഞ്ച്. അതായത് നമ്മൾ ട്രൈ ചെയ്യാന്നുള്ള രീതിയിലാണ് പോകുന്നത്. അകലെ നോക്കിയിട്ട് അത്ര വലിയ ഭീകര റിവറായിട്ട് തോന്നുന്നില്ല. ബട്ട് ഡെഫിനറ്റ്ലി വി ഷുഡ് ട്രൈ. ഈ ഒരു ലീഫ് ഉണ്ടോ? അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വന്നിട്ടുണ്ടല്ലോ, ഈ വാലിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം ട്രെക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് ഗൈസ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രെക്കിംഗ് ആണ് നിലവിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ. നോക്കിയ വാലി വിത്ത് ഫ്ലവേഴ്സ്. ഓ മാൻ, ഇതാണ് ആ റിവർ ക്രോസ്. ഓ, ക്ലീൻ വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അവിടെ വരെ ക്രോസ് ചെയ്യണം. അതാണ് ഇവിടുത്തെ ടാസ്ക്. നമ്മൾ പയ്യെ ഇറങ്ങാം കേട്ടോ. ഇതിൻ്റെ എത്ര ഉണ്ടെന്ന് അറിയില്ല, ഡെപ്ത് ഒഴുക്കിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. നല്ല തണുപ്പുണ്ട്. ആരും അനുകരിക്കരുത്. സക്സസ്. ഐക്യമത്യം മഹാവനം. അയ്യോ, പിന്നെ ഇങ്ങോട്ട് വഴിയില്ലേ? എൻ്റെ പൊന്നു സീൻ സെറ്റ് പൊളി.
ആരും ആക്ച്വലി ഇന്നലെ തൊട്ട് ആരും ഇവിടെ ക്രോസ് ചെയ്തിട്ടില്ല. ഇവിടെ ആളുണ്ടേ, നമ്മളത് ക്രോസ് ചെയ്തു കേട്ടോ. ഞാനും മച്ചാനും കൂടെ ക്രോസ് ചെയ്തു. ഇവിടെ വന്നപ്പോ നമ്മുടെ തണുപ്പെല്ലാം പോയി, റെയിൻകോട്ടെല്ലാം ഊരി കളഞ്ഞു. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ക്രോസ് ചെയ്ത് നടക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോലൊക്കെ കണ്ട കോമഡിയാണ്, പക്ഷേ വേറെ വഴിയില്ല. ലുക്കിലല്ല കാര്യം, വർക്കിലാണല്ലോ കാര്യം. അപ്പോൾ അതെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളാ കുരിശ് കയറിയിരിക്കും. ഇനി വേറെ റിവർ ക്രോസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അയ്യോ ബ്രോ ബ്രോ, നോ നോ, നമ്മൾ അടുത്ത റിവർ ക്രോസ് സീൻ അതല്ല. ഇത് കുറച്ച് സീനാണോ? തിരിച്ചവിടെ അയ്യോ ഇത് അത് വലിയ കുഴപ്പമില്ലാണോ അല്ലേ? ഇത് ബാഗച്ച് പൊക്കി പിടിക്കണേ. ആ അത് മതി. ഓക്കെ പടി ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുക്കേക്കാണൊരു ഡൗട്ടല്ലേ? ഓ ഇതില്ല, കഴിഞ്ഞ് ഓക്കെ ഓക്കെ വിട്ടോ വിട്ടോ. അവിടെ ഓക്കെ another river cross being successfully completed. ഒരു കാര്യം ചെയ്ത് ബ്രോ ആദ്യം കയറി. ഓക്കെ ബ്രോ ആ പുല്ലിനെ വിട്ട് കയറി, എന്നിട്ട് എനിക്ക് കൈ വന്നാൽ മതി. ഓക്കെ ഒറ്റ സെക്കൻഡ് ക്യാമറ ഇട്ടിട്ടെ. ഓക്കെ അല്ലേ? പോലെ പോലെ ഇപ്പൊ മനസ്സിലായി ഞാൻ തന്നിട്ടുണ്ട്. ഇവിടെ തന്നെ കുഴിയ ചാടി കിടക്കണ്ടോ? ഇത് വടി കാണിച്ച് കുത്തി നോക്കിയ നല്ല അത്യാവശ്യം കുഴിയുണ്ട് കേട്ടോ. ഇല്ല കുഴപ്പമില്ല, ഇല്ല അത് ചാടി കിടക്കാവുന്നുള്ളൂ. ഇല്ല ഇല്ല അത്രയില്ല, ചാടിക്കഴിയുമ്പോൾ ചിലപ്പോൾ തെന്നും. നോക്കണം നമുക്ക് ഒരു ഞാൻ ചാടി നോക്കാം. ചാടിക്കിടക്കണ്ട കുഞ്ഞിരാമ. റെഡി? ഇല്ല ഇല്ല ബ്രോ ഓക്കെ ചാടാൻ പറ്റോ? ചാടാ ഓക്കെ എത്താന്നുള്ളൂ, സിമ്പിളാ. ആ ഇവിടെ 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 ഞാൻ പിടിച്ചോളാം. 1 2 കുഴപ്പമില്ല. കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? This is called adventure. ഒരു കോപ്പർ ചത്ത്. ഇത്രയും പണിയായിട്ടുള്ളൊരു ട്രക്കിങ് വേറെ ഉണ്ടാവില്ല. അയ്യോ ഒന്നും പറയാനില്ല. ഇനിയില്ല, ഇനി വാട്ടർ ക്രോസ് ഇല്ല. One of the craziest and adventurous trekking I ever had. If you wish, നമുക്ക് ആ ഗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ആഗ്രഹം സാധിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് പൊടിക്കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുരിശിൻ്റെ അടുത്തേക്ക് എത്താം. അങ്ങോട്ടൊരു ഉണ്ടോ സ്റ്റീപ്പ് കയറ്റമാണ്. ഫൈനലി
we reached the top. ഈ ഒരു കുരിശാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടേ, അതിൻ്റെ ചുവട്ടിലെത്തിയിരിക്കുകയാണ്. ഒരാരും പറയാതെ വയ്യ, നമ്മൾ രണ്ടുപേരും ലൈക്ക് മച്ചാനും ഫുൾ സപ്പോർട്ടായതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ റീച്ച് ചെയ്യാൻ പറ്റിയത്. ലൈക്ക് രണ്ടുപേരും അത്യാവശ്യം നമ്മൾ അഡ്വഞ്ചർ മൈൻഡ് ആയതുകൊണ്ട് എന്തും നേരിട്ട് അങ്ങ് പോകാന്നുള്ള ഒറ്റ മൂഡായിരുന്നു. 11-20 പേര് വന്നിട്ട് റിവർ ക്രോസ് ചെയ്യാതെ തിരിച്ചു പോയ സ്ഥലമാണ് ഞാനും മച്ചാനും കൂടെ ചെയ്ത കേട്ടോ. അത് എനിക്കൊന്നും ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റൂല. പിന്നെ ഭയങ്കര സന്തോഷം അല്ലേ, ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു മടുപ്പും തോന്നില്ല. സത്യം പറയാലോ, അടിപൊളി, നല്ല എൻജോയ് ചെയ്തു. അടിപൊളി ട്രെക്കിംഗ് കേട്ടോ, എല്ലാവരും വന്ന് ചെയ്യേണ്ട ഒരു ട്രെക്കിംഗ് ആണ്. അടിപൊളി. അതായത് നമ്മൾ മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ള റിവർ ക്രോസിന്റെ ആ സൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കുരിശിന്റെ സ്ഥലം വരെ വന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എന്റെ പൊന്നെ വേറെ ഏതോ രീതിയിൽ അങ്ങോട്ട് എത്തിയത്. കാരണം റിവർ ക്രോസ് ചെയ്ത് ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി. പിന്നെ ഇനി അതിനേക്കാളും വലിയ റിവർ വന്നാലും ക്രോസ് ചെയ്യും. അതിനു വേറെ റിവർ വന്ന് അതും ക്രോസ് ചെയ്ത്, ഇനി വന്നാൽ ഇനി റിവർ വന്നാൽ അതും ക്രോസ് ചെയ്യും. ആ മൂഡായി പോയി.